warahmatullahi wabarakatuh. Alhamdulillah, salatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. എനിക്ക് എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദിനത്തോടനുബന്ധിച്ചാണല്ലോ. അവന്റെ ജന്മദിനത്തോടുകൂടി നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനാകട്ടെ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ വിഷയം പ്രപഞ്ച സൃഷ്ടിയുടെ അത്ഭുതങ്ങളെ കുറിച്ചാണ്. ഇതിനൊക്കെ വലിയ പ്രപഞ്ചനായ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാ ഇസ്ലാമിക സിദ്ധാന്തമാണ് അല്ലാഹു തന്നെയാണ് ആകാശത്തെയും സൃഷ്ടിച്ചവൻ. അല്ലാഹു തആല പറയുന്നു, അവനാണ് ആകാശത്തെയും അവന്റെ ഭൂമിയെയും സൃഷ്ടിച്ചവൻ. അവനിൽ അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങി വരുന്നു. ഇത് നമ്മോട് സൂചിപ്പിക്കുന്നത് അല്ലാഹുവിനെ സൃഷ്ടിക്കാനും ാണ്. ആകാശത്തെയും ഭൂമിയെയും ഓരോ ഘടകവും അല്ലെങ്കിൽ ഓരോ പ്രകൃതിഭാഗവും നഷ്ടപ്പെട്ടാൽ ഈ പ്രപഞ്ചം നിലനിന്നിരുന്നു. ചന്ദ്രനും സൂര്യനും ഒരേ തലത്തിലാണ് അടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സൂര്യൻ അതിന്റെ മുഴുവൻ താപനിലയും ഒരേ മിതമായ അളവിലാണ് അവിടെ പ്രേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രൻ സമയത്ത് ശാന്തമാകുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ അസ്-സമാഅ സഖഫൻ മഅ്റൂജാ വലകും അൻ ആയാതിഹാ മുഅ്രിദൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തെ നിങ്ങൾ സംരക്ഷണമാക്കി, എന്നാൽ അവയുടെ അടയാളങ്ങളെ അവർ വെടിപ്പായി മാറുന്നു. പക്ഷികൾ പറയുന്നത് നമുക്ക് തിരിഞ്ഞു കാണാമെന്നാണ്. പക്ഷെ അവരുടെ ചിറക് കൊണ്ട് മാത്രമല്ല അല്ലാഹുവിന്റെ കൂടിയാണ്. അല്ലാഹുവിന്റെ കൂടെ അല്ലാതെ പക്ഷി പറഞ്ഞാൽ അവർക്ക് തണൽ ലഭിക്കില്ല. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളും ആകാശഭൂമികളെല്ലാം അല്ലാഹുവിന്റെ കൈകളിലാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ അല്ലാഹുവിന്റെ ഒരു മഹിമയാണ്. മനുഷ്യൻ അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ്. മനുഷ്യൻ സൃഷ്ടിച്ചതുപോലെ അല്ലാഹു അവന്റെ ആത്മാവിനെ ഒതുക്കുകയായി. ഈ പ്രപഞ്ചത്തിലെ മഹാസമുദ്രങ്ങളും നദികളും ജലാശയങ്ങളും പ്രപഞ്ചത്തിലെ ജലസ്രോതസ്സുകളുമെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. ജീവികൾക്ക് ജീവിക്കാനുള്ള അല്ലാഹു തആല നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഒരു കൃത്യമായ ഒരളവിലാണ് അല്ലാഹു തആല വെള്ളം നൽകിയിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഓരോ ഘടകവും അതിൽ കാണുന്ന ഓരോ ജീവജാലങ്ങളെ അല്ലാഹുവിന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എനിക്കും എന്റെ കുടുംബത്തിന്റെയും കൂടി ഇതോടുകൂടി ജൂനിയർ വിഭാഗത്തിന്റെ മലയാളം